നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാർക്കിൻസൺസ് രോഗവും നൂതന ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. തലച്ചോറിലെ നാഡീവ്യൂഹത്തിൽ വരുന്ന വ്യതിയാനമാണ് ഈ പാർക്കിൻസൺസ് രോഗത്തിന് പ്രധാന കാരണമാകുന്നത്. ശരീരത്തിൽ പ്രകടമാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് വിറയലാണ്. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചും അതിന് എന്തെല്ലാം നൂതന ചികിത്സകളാണുള്ളത് എന്നെല്ലാമാണ് കോൾ സെന്റർ ഇന്ന് വിശദമാക്കുന്നത്. ഇതിനായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ ജിം മാത്യു നമ്മോടൊപ്പമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ മുതൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, നമുക്കറിയാം ലോകത്ത് ഒരുപാട് പേര് ഈ ഒരു ഘട്ടത്തിൽ പാർക്കിൻസൺസ് രോഗത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ നോക്കുകയാണെങ്കിൽ വേൾഡ് പാർക്കിൻസൺസ് രോഗമാണ് ഡേ ആണ് ഏപ്രിൽ 11 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടും ഉചിതമാണ് നമ്മുടെ വിഷയം എന്ന് തോന്നുകയാണ്. എന്താണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് എന്നതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. പാർക്കിൻസൺസ് രോഗം ഒരു മൂവ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം രോഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ഇത് മൂവ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മൂവ്മെൻറ്റ് ഡിസോർഡർ നമ്മുടെ ശരീരത്തിൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖമാണ്. പാർക്കിൻസൺസ് രോഗികൾ പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുക വിറയുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ്. മുഹമ്മദ് അലി പോലത്തെ ബോക്സേഴ്സിനൊക്കെ ഉണ്ടായിട്ടുള്ള രോഗമാണ്. അപ്പോൾ അങ്ങനെയാണത് കൂടുതൽ ഫേമസ് ആവുന്നത്. അപ്പോൾ ഈ അസുഖം വിറയൽ മാത്രമല്ല, രോഗിയുടെ ഈ പാർക്കിൻസൺസ് രോഗം ബാധിച്ച രോഗിയുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു അസുഖമാണിത്. അവരുടെ വിറയോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് റിജിഡിറ്റി, ബ്രാഡിക്കൈനീസ്. ഈ 3 ലക്ഷണങ്ങളാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങളായിട്ട് പറയപ്പെടുക. ട്രെമർ അഥവാ വിറയലാണ് സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു രോഗലക്ഷണം. മറ്റ് പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രോഗമുള്ള ആൾക്കാർക്ക് നമുക്കിപ്പോൾ ഈ ഗ്ലാസ് വെള്ളം എടുക്കണം, അപ്പോൾ നമുക്ക് കൈ ഇങ്ങോട്ട് നീട്ടണം. ആ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിട്ടേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റിജിഡിറ്റി, മസിലുകളെല്ലാം വല്ലാണ്ട് ടൈറ്റായി കൈയുടെ മൂവ്മെൻറ്റ് സാധാരണ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കൈയും കാലും ഒക്കെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് രോഗമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണത്. അവർക്ക് തീരെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ചില ആൾക്കാർക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കാൻ പറ്റില്ല. ഫ്രീസിങ് എന്നാണ് അതിന് പറയാം. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ രോഗികൾ. അപ്പോൾ പ്രധാനമായിട്ടും മെഡിക്കലാണ്, മരുന്ന് കൊണ്ടാണ് ഇത് ചികിത്സിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞു നമ്മൾ പ്രധാനമായിട്ടും വിറയലാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട്. നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം അത് തന്നെയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞ മറ്റേത് ഇപ്പം ഈ ഗ്ലാസ് എടുക്കാൻ നേരത്തെ സ്ലോ മൂവ്മെൻറ്റ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പം ഒരാളിൽ ഈ പാർക്കിൻസൺസ് രോഗം ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെയായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക? അത് പലർക്കും പല രീതിയിലാണ് വരിക. ചില ആൾക്കാർക്ക് വിറയലായിരിക്കും പ്രധാന രോഗലക്ഷണമായിട്ട് വരിക. ചില ആൾക്കാർക്ക് റിജിഡിറ്റി ആയിരിക്കും, ഈ സ്ലോനെസ്സും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് പ്രകടമായിട്ട് വരിക. ചില ആൾക്കാർക്ക് ഒരു സൈഡിൽ മാത്രമായിട്ട് തുടങ്ങും, പിന്നെ അത് മറ്റേ സൈഡിലേക്കും വ്യാപിക്കും. ചില ആൾക്കാർക്ക് 2 സൈഡ് ഒരുപോലെ തുടങ്ങും. അതിപ്പം ഒരു പ്രത്യേക രോഗലക്ഷണം കൊണ്ടാണ് പേഷ്യൻ്റ് പാർക്കിൻസൺസ് രോഗാവസ്ഥയിലാണ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ ആ പേഷ്യൻറ്റിനെ ക്ലിനിക്കിൽ എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ള കാര്യം. അല്ലാതെ കേട്ടുകേൾവികൊണ്ട് മാത്രം നമുക്ക് ഇയാൾക്ക് പാർക്കിൻസൺസ് രോഗമാണെന്ന് പറയാൻ പലപ്പോഴും പറ്റില്ല. ഓക്കെ, നമ്മൾ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇതിൻ്റെ കാരണം എന്തായിരിക്കാം? ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ലോകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പാർക്കിൻസൺസ് രോഗത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം ഒരു ഡെത്ത് എൻഡ് ആണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ പലരും ഈ രോഗം. അപ്പം ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ രോഗം നമുക്ക് വരുന്നത്? പാർക്കിൻസൺസ് രോഗാവസ്ഥ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഒരു വലിയ കൂട്ടം ഓഫ് അസുഖങ്ങളെ നമുക്ക് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ പരിധിയിൽപ്പെടുത്താം. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധയോടെ നോക്കുന്നത് ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് രോഗമാണ്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്തുള്ള കോശങ്ങൾ, സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറയുന്ന ഭാഗത്തുള്ള കോശങ്ങളാണ് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമ്മുടെ ഈ മൂവ്മെൻറ്റുകളെ സ്മൂത്തൻ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം ഞാൻ ഗ്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ കൈ ഇത്ര സ്മൂത്തായിട്ട് മൂവ് ചെയ്യാനും അത് തിരിച്ച് ഇങ്ങോട്ട് ആവാനും ഒക്കെയുള്ള ആ സിഗ്നലുകളെ സ്മൂത്താക്കുന്നത് ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ്റെ അഭാവം അത് കുറയുന്നത് കൊണ്ടാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്.
അപ്പോൾ അത് ആ ഡോപ്പമൈൻ ഉണ്ടാക്കുന്ന കോശങ്ങൾ നശിച്ചു പോകുന്നതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണമായിട്ട് ഓക്കെ. പ്രധാനമായിട്ടും ഇപ്പോൾ പ്രായം കൂടിയവരിലാണ് നമ്മൾ ഈ പാർക്കിൻസൺസ് രോഗം കണ്ടുവരുന്നത്. അങ്ങനെ തന്നെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏർലി ഏജസിലും ഈ രോഗം ഇപ്പോൾ ഉണ്ടോ? കൂടുതൽ ആൾക്കാരിൽ നമ്മൾ പ്രായം ചെന്ന ആൾക്കാരിലാണ് കാണുക. ഒരു 50-60 വയസ്സാകുമ്പോഴാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൂടുതൽ കണ്ടുവരിക. പക്ഷേ എല്ലാം അങ്ങനെയല്ല. യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് രോഗികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ നേരത്തെ തന്നെ പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ വരാം. 30-കളിലും 40-കളിലും ഒക്കെ തന്നെ ഈ രോഗം വരികയും അത് അവരെ സംബന്ധിച്ച് കൂടുതൽ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റീവ് ലൈഫാണ്. അവർ ഒരു ഏറ്റവും ആക്റ്റീവായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കർമ്മനിരതരാവേണ്ട ഒരു സമയമാണത്. ആ സമയത്ത് ബാധിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ കാര്യം കൂടുതൽ കഷ്ടമാണ്. ഓക്കെ, ഡോക്ടറിലേക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്. റജീനയാണ്, തിരൂരിൽ നിന്നാണ് റജീന വിളിക്കുന്നത്. റജീന, എന്താണ് സംശയം? ഡോക്ടറോട് സംസാരിക്കും. ഹലോ, സംസാരിച്ചോളൂ. വൈഫിനാണ്. എൻ്റെ പേര് നിയാസ് എന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ. വൈഫ് റജീന. അത് 10 വർഷത്തിലധികമായി പാർക്കിൻസൺസ് തുടങ്ങിയിട്ടേ. നല്ല സാധ്യതയുണ്ടോ മോഡേൺ മെഡിസിൻ? ഇപ്പോ സിൻഡോപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധ്യതയുണ്ടോ? എത്ര വയസ്സുള്ള ആളാണ് ഇവര്? ഒരു 34 വയസ്സ്. മിക്കവാറും ഇത് യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി വരുന്ന അസുഖമായിരിക്കും. അപ്പോൾ ഈ മരുന്നുകൾ എത്ര കാലം കഴിക്കുന്നു ഇപ്പോൾ? 10 വർഷത്തോളമായിട്ട് അലോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ ഈ സിൻഡോപ്പ മരുന്ന് കഴിക്കുന്ന സമയത്ത് എത്ര സമയം അവർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട്? ഇപ്പോ 1 മണിക്കൂർ 2 മണിക്കൂറിന്റെ ഉള്ളിലുള്ള. ഒരു ദിവസം ഒരു 4-5 ഗുളികകൾ കൂടുതൽ കഴിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ 4 ഗുളിക കഴിക്കുന്നുണ്ട് ദിവസം. മൊത്തം ടോട്ടൽ ഒരു 12 ഗുളികയോളം കഴിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സിൻഡോപ്പ 3 തവണ ആയിട്ട് കഴിക്കുന്നുണ്ട്. അതിൽ കൂടെ 50 ഗുളികകളും കഴിക്കുന്നുണ്ട്. ശരി. ഇവർക്ക് ഈ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറി. എങ്ങനെ? ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജിക്കൽ ചികിത്സയുണ്ട് ഇവർക്ക്. എന്തോ ചിപ്പ് വെക്കുന്ന ചികിത്സ? അതിനെപ്പറ്റി ഞാൻ പറയാം. നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഞാൻ പറയാം. നമുക്ക് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷന് പറ്റിയ ഒരു പേഷ്യൻ്റായിട്ട് തോന്നുന്നു നിങ്ങൾ പറയുന്നത് കേട്ടിട്ട്. സാധാരണഗതിയിൽ നമ്മൾ മരുന്നിൻ്റെ ഇഫക്റ്റ് കുറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സ. അപ്പോൾ അത് തലച്ചോറിനുള്ളിൽ 2 ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച് അത് ഒരു ബാറ്ററി വഴി കണക്ട് ചെയ്ത് ബ്രെയിനിലേക്ക് ചെറിയ അളവിൽ കറണ്ട് കടത്തിവിട്ട് ചികിത്സിക്കുന്ന രീതിയാണ്. അത് പലപ്പോഴും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ചികിത്സ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാവുന്നതാണ്. കേരളത്തിൽ എവിടേക്കാണ് അതിനുള്ള സംവിധാനങ്ങളുള്ളത്? കേരളത്തിൽ കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ചികിത്സാ രീതിയാണിത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, തിരുവനന്തപുരത്ത്. അതിനുശേഷം വലിയ പ്രൈവറ്റ് ആശുപത്രികളിലേക്കും ഈ ചികിത്സാ രീതി വന്നിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട്ട് നമ്മളിവിടെ ആശുപത്രി ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞിരുന്നു, പക്ഷെ എക്സ്പെൻസീവ് ആണ്. പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ടീഷൻ, പേഷ്യന്റെ കണ്ടീഷൻ ചെയ്യാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. അത് ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ പറയുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പേഷ്യന്റിനെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം അതിനൊരു കൃത്യമായൊരു അസസ്മെന്റ് ഉണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. അത് പ്രകാരമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യന്റിനെ കണ്ട് പേഷ്യന്റ് ക്ലിനിക്കലി അസസ് ചെയ്ത് അവരുടെ രോഗലക്ഷണങ്ങളുടെ ഒരു തീവ്രത അളക്കണം. പിന്നെ ഇവരിത് പറ്റിയൊരു കാൻഡിഡേറ്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അങ്ങനെ ഒരു ക്ലിനിക്കൽ അസസ്മെന്റിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ. യെസ് ഡോക്ടർ, നമ്മൾ മറ്റൊരു കോളറിലേക്ക് പോകുകയാണ്. മുരളിയാണ്, തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. മുരളി, സംസാരിക്കാം. കേൾക്കാമോ മുരളി? ഓക്കെ, സംസാരിച്ചോളൂ. എന്താണ് സംശയം എന്നുള്ളത് ചോദിക്കാം. ഡോക്ടറെ, എനിക്ക് ഒരു 10-15 പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ അയാളെ മരവിപ്പും പ്രശ്നമുണ്ട്. അത് പാർക്കിൻസണിനോട് എന്തെങ്കിലും ബന്ധം കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാനായിരുന്നു. ഡയറക്റ്റ് ബന്ധമില്ല, അത് വേറൊരു പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖമുണ്ട്. പറഞ്ഞോളൂ. അതും ഈ പാർക്കിൻസണിനോട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നേരിട്ടൊരു ബന്ധം ഇല്ല, രണ്ട് അസുഖങ്ങളാണ്.
ഇത് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണോ ഈ പെരിഫറൽ ന്യൂറോപ്പതി? അത് പെരിഫറൽ ന്യൂറോപ്പതിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നിങ്ങളുടെ പെരിഫറൽ ന്യൂറോപ്പതിക്ക് എന്താണ് കാരണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ആ അസുഖത്തെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗത്തിൽ ഈ പെരിഫറൽ ന്യൂറോപ്പതിയുടെ രോഗലക്ഷണങ്ങൾ നമ്മൾ ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഡയബറ്റീസ് ഉള്ള ആളാണോ? പ്രമേഹമുള്ള ആളാണോ? ഡയബറ്റിക് ഇല്ല. അപ്പോൾ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് നിങ്ങളെ കണ്ട് പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. യെസ്, മുരളി ചോദിച്ചതുപോലെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകും. ഇപ്പം യങ് ഏജിലാണെങ്കിൽ പലർക്കും ഈ പരീക്ഷാകാലത്തൊക്കെ ഒരു വിറയലൊക്കെ ഉണ്ടാകാറുണ്ട്, കുട്ടികളിലടക്കം. അപ്പം അതൊക്കെ പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണമാണോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ പലർക്കും ഉണ്ടാകാറുണ്ട്. എല്ലാവരെയും അങ്ങനെ പാർക്കിൻസൺസ് രോഗമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും? ഇല്ല, അതാ ഞാൻ പറയുന്നത്. നമുക്ക് ഈ വിറ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പാർക്കിൻസൺസ് ആവുന്നില്ല. വിറയ്ക്ക് കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നും വേണ്ട, ഇപ്പോൾ എൻ്റെ കൈ കുറച്ച് വിറയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത് കൊണ്ടല്ല എൻ്റെ കൈക്ക് വിറയുണ്ട്. അതൊരു ആങ്സൈറ്റി കൊണ്ടുള്ള വിറയലാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് വിറയൽ വരാം. പിന്നെ പാരമ്പര്യമായിട്ട് കാണുന്ന എസെൻഷ്യൽ ട്രമർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. പിന്നെ മദ്യപാനശീലമുള്ള ആൾക്കാർക്ക് വിഡ്രോവൽ കൊണ്ട് വിറയൽ വരാം. അപ്പം വിറയലിന് ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് പാർക്കിൻസൺസ് ആവുന്നതിനൊരു പ്രത്യേക സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പേഷ്യൻറ്റിനെ ക്ലിനിക്കലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പാർക്കിൻസൺസ് രോഗമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വിറയലുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അത് പാർക്കിൻസൺസ് രോഗം ആവുന്നില്ല. ഓക്കെ ഡോക്ടർ, നമ്മളൊരു കോളറിലേക്ക് പോവുകയാണ്. തോമസ് ആണ്, ബാംഗ്ലൂരിൽ നിന്നാണ് തോമസ് വിളിക്കുന്നത്. തോമസ്, സംസാരിക്കും. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ ഫാദറിന് വേണ്ടിയാണ് വിളിക്കുന്നത്. എൻ്റെ ഫാദർ ആക്ച്വലി 82 years old ആണ്. പുള്ളിക്കാരന് ഡയബറ്റിക് 10-30 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുള്ളിയുടെ പ്രോബ്ലം പറഞ്ഞാൽ ഈ കാലും കൈയും എല്ലാം ഭയങ്കര സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ മൂവ്മെന്റ് വളരെ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, ബാലൻസ് കിട്ടുന്നില്ല. ചെറിയൊരു ഷിവറിങ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇത് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതൊരു ചിലപ്പോൾ ഇതിന്റെ ഒരു പാർക്കിൻസൺസിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കാം. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജിംഗ് ടെസ്റ്റുകളോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇതെങ്ങനെയൊന്നും അറിയുന്നത്, ഇത് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്? പറയാലോ അല്ലേ. പാർക്കിൻസൺസ് രോഗനിർണയം പ്രധാനമായിട്ട് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. അല്ലാതെ ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ സ്കാനുകളോ അല്ല. നമുക്ക് എന്തെങ്കിലും ചില അവസരങ്ങളിൽ നമുക്കിത് പാർക്കിൻസൺസ് രോഗമാണോ എന്ന് സംശയം തോന്നുന്ന ചില അവസരങ്ങളിൽ മാത്രം ചില പ്രത്യേക ഇമേജിങ് സ്കാനുകൾ ചിലപ്പോൾ എടുക്കാറുണ്ട്. പക്ഷെ അത് റൂട്ടീൻലി നമ്മൾ ചെയ്യാറില്ല. പ്രധാനമായിട്ട് പേഷ്യൻറ്റിനെ പരിശോധിച്ചിട്ട് തന്നെയാണ് ഇത് പാർക്കിൻസൺസ് രോഗമാണ് എന്ന് പറയാറ്. യെസ്, ഓക്കെ ഡോക്ടർ, നമ്മൾ ഇത്രയും നേരം എന്താണ് പാർക്കിൻസൺസ് രോഗം, അതുപോലെ തന്നെ ലക്ഷണങ്ങൾ എന്തൊക്കെ, കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി ഇത് എങ്ങനെയാണ് ഇതിനെ ചികിത്സിക്കുന്നത്, ആ ചികിത്സ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡോക്ടർ? ആദ്യകാലത്ത് ഈ അസുഖത്തിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മുടെ സയൻസും ടെക്നോളജിയൊക്കെ പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ മരുന്നുകളുടെ ഗവേഷണവും അതൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു മരുന്ന് കണ്ടുപിടിച്ചു. സിൻഡോപ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നാണ്. അപ്പോൾ അത് ബേസിക്കലി അത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ കുറയുമ്പോൾ ഡോപ്പമിനെ പകരം വെക്കുന്നു. ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിൽ കുറവുള്ള ആൾക്കാർക്ക് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ഗുളിക രൂപത്തിൽ കൊടുക്കുന്നല്ലോ. അതുപോലെ തന്നെ ഡോപ്പമിൻ ശരീരത്തിൽ കുറയുമ്പോൾ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയുടെ ഒരു പ്രിക്കസർ അത് ഗുളിക രൂപത്തിൽ കഴിക്കുന്നു. അത് ഗുളിക ശരീരത്തിലെത്തി രക്തത്തിൽ ചേർന്ന് ഡോപ്പമിനായി മാറി ഈ രോഗലക്ഷണങ്ങൾക്ക് ശമനം തരുന്നു. ഇതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ തന്നെയാണ്. അതൊരു ഒരു മാജിക്കലായിട്ടുള്ളൊരു മരുന്നാണ്. പലപ്പോഴും വളരെ ഫലപ്രദമായിട്ടുള്ള രോഗം നിയന്ത്രിക്കാൻ ഈ മരുന്നിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഗുളിക മരുന്നുകളാണ് പ്രധാനമായിട്ടും പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ചികിത്സ. ഇപ്പോൾ ഒരാൾ ട്രീറ്റ്മെൻറ്റ് യെസ് ഒരു കോളർ ഉണ്ട്. ഡോക്ടർ അരുൺ, ബാംഗ്ലൂരിൽ നിന്നാണ് അരുൺ വിളിക്കുന്നത്. സംസാരിക്കാൻ അരുൺ. ഡോക്ടർ, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എൻ്റെ അമ്മയ്ക്ക് 62 വയസ്സുണ്ട്. അമ്മയുടെ മുട്ടിന് താഴെ ഒരു തരിപ്പ് പോലെയും പിന്നെ ഒരു ഡിസ്കളറേഷനും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എണീക്കുമ്പോൾ വേദന എടുക്കും. അങ്ങനെ ഉള്ള ഒരു ചെറിയൊരു ഇതിന്റെ തുടക്കമാണ്. അപ്പോൾ ഈ ഞാനിപ്പോൾ വിളിക്കാൻ കാരണം അതിന്റെ ഒരു സൊല്യൂഷനായിട്ട്
ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ ഒരു ചെറുതായിട്ടൊരു ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്ന ഒരു നമ്മൾ സാധാരണ ഒരു വെയിറ്റ് നോക്കുന്ന ഒരു യന്ത്രം പോലത്തെ ഒരു ഇതുണ്ട്. പാദത്തിന്റെ അടിയിലേക്ക് കറണ്ട് കൊടുത്ത് അതിനെ ഒന്ന് നെർവ്സിനെ ഒന്ന് ചലിപ്പിക്കുന്ന രീതി. അപ്പോൾ അത് സേഫ് ആണോ? കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ഇലക്ട്രിക് കറണ്ട് ഇല്ലാണ്ട് നമുക്ക് കാലൊക്കെ പിന്നെ എനക്കാൻ പറ്റാണ്ടാകുമോ എന്നുള്ള സംശയം. അങ്ങനെ ഞാൻ നെയ്ബേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നും പറഞ്ഞ് അമ്മയ്ക്കും വേണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുള്ള നെർവ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ഒരു രീതി ശരിയാണോ? നിങ്ങൾ പറയുന്ന ഡിവൈസ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പം എനിക്കിങ്ങനെ ഒരു ഉത്തരം പറയാനും അതിനകത്തൊരു കൃത്യത കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ, നമുക്ക് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്ന ഒരു ഘട്ടത്തിൽ അരുണിന്റെ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം മരുന്ന് തന്നെയാണ് ഇതിന് പ്രധാനം എന്ന് പറഞ്ഞു. ഇപ്പം മരുന്ന് നമ്മൾ ലൈഫ് ലോങ് അത് കഴിക്കേണ്ടി വരുമോ? ഇനിയിപ്പോൾ എന്തൊക്കെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ പ്രകാരം നമുക്ക് മരുന്ന് ജീവിതകാലം മുഴുവൻ തന്നെ കഴിക്കേണ്ടി വരും. കാരണം ഇതൊരു പ്രോഗ്രസ് ചെയ്യുന്ന അസുഖമാണ്. കാലം ചെല്ലുന്തോറും അസുഖത്തിന് തീവ്രത കൂടി വരും. തലച്ചോറിലുള്ള ആ ഡോപ്പമിൻ ഉണ്ടാകുന്ന കോശങ്ങൾ കാലക്രമേണ കൂടുതൽ നശിച്ചു പോകും. അപ്പം സ്വാഭാവികമായിട്ടും തലച്ചോറിൽ ഡോപ്പമിൻ്റെ അളവും കുറയും. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് അസുഖം പുരോഗമിക്കും തോറും നമ്മൾ മരുന്നിൻ്റെ ഡോസ് കൂട്ടേണ്ടി വരും. അപ്പോൾ മിക്കവാറും പാർക്കിൻസൺസ് രോഗികൾ ജീവിതകാലം മുഴുവൻ തന്നെ ഈ മരുന്നിനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഉണ്ടാവുക. പലപ്പോഴും ഈ മരുന്നിൻ്റെ ഡോസ് കൂട്ടുക, കുറയ്ക്കുക, പിന്നെ പുതിയ മരുന്നുകളുണ്ട് പലതും. ഈ ഡോപ്പമിൻ മരുന്നിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ മരുന്നുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും മിക്കവാറും ഇവർ കഴിക്കേണ്ടി വരിക. അപ്പോൾ മിക്കവാറും ഇവർ ഈ ഗുളിക മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വന്ന സമയത്ത് ഒരു ചിപ്പ് ഘടിപ്പിക്കുന്ന ചികിത്സാ രീതിയെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ഈ ഫിക്സ് വരുന്ന സമയത്ത് നമുക്കറിയാം VNS ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെയാണോ ഇത്? അതിന്റെ ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് ഡോക്ടർ? അതെ, ഇപ്പം പുതുതായിട്ട് വന്ന ഒരു ചികിത്സയാണ്. നേരത്തെയുള്ള കോളർ ചോദിച്ച പോലെ ആ ചികിത്സയുടെ പേര് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നാണ്. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഡീപ്പ് ബ്രെയിനിനുള്ളിൽ ഡെപ്തിലുള്ള ചില ടാർഗറ്റുകളുണ്ട്, ചില ഏരിയകളുണ്ട്. അപ്പോൾ ആ ഏരിയകളിൽ നമ്മൾ ചെറിയ ഒരു ഇലക്ട്രോഡ് തലച്ചോറിനുള്ളിൽ സ്ഥിരമായിട്ട് സ്ഥാപിക്കും, ഇംപ്ലാന്റ് ചെയ്യും. എന്നിട്ട് ആ ഇലക്ട്രോഡുകൾ വഴി ബ്രെയിനിൻ്റെ പ്രത്യേക ചില ഏരിയകളിൽ ചെറിയ ഇലക്ട്രിക് കറണ്ട് സ്റ്റിമുലേഷൻ കൊടുക്കുക. അതാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഇതിന് അതുപോലെ തന്നെയുള്ള ചികിത്സാ രീതികളാണ് ഇപ്പം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അറിത്തമിയുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ പേസ് മേക്കർ ഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത അപസ്മാരമുള്ള രോഗികൾക്ക് വാഗൽ നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതിയുണ്ട്, VNS. ഇതെല്ലാം ഏകദേശം ഒരേപോലത്തെ പ്രിൻസിപ്പിളാണ്. ഒരേ ഹാർഡ്വെയർ ആണ്, ഒരേപോലത്തെ ഉപകരണങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് പിടിപ്പിക്കുന്ന സ്ഥലം വ്യത്യാസമുണ്ട്. പാർക്കിൻസൺസ് രോഗമാകുമ്പോൾ നമുക്ക് തലച്ചോറിനകത്തുള്ള ചില പ്രത്യേക ഭാഗങ്ങളിലാണ് ഈ ഇലക്ട്രോഡിൻ്റെ ടിപ്പിരിക്കുക. അപ്പോൾ അതൊരു പുതിയ ചികിത്സാ രീതിയാണ്. നമ്മുടെ നാട്ടിലത് ആയി വരുന്നതേ ഉള്ളൂ. അത് സാധാരണഗതിയിൽ പേഷ്യൻ്റിന് രണ്ട് ഭാഗത്തും അസുഖങ്ങളുണ്ടാവും. അപ്പം തലച്ചോറിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ 2 ഇലക്ട്രോഡുകളാണ് പിടിപ്പിക്കുക. വലതുവശത്തെ അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തലച്ചോറിൻ്റെ ഇടതുഭാഗത്താണ് ഇലക്ട്രോഡ് സ്ഥാപിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വലതുഭാഗത്ത് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഇടതുഭാഗമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇടതുഭാഗത്തെ രോഗലക്ഷണങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഡ് തലച്ചോറിൻ്റെ വലതുഭാഗത്താണ് സ്ഥാപിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോഡുകളിൽ വഴി ഒരു വയറുണ്ടാവും. ഈ വയറ് വഴി നമ്മൾ ചെറിയ ഇലക്ട്രിക് കറണ്ട് കൊടുക്കും. അത് വെക്കുന്ന ബാറ്ററി ഉണ്ട്, അതിന് പൾസ് ജനറേറ്റർ എന്ന് പറയും. അപ്പം ആ ഒരു സംഗതി നമ്മുടെ ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്ത് സ്ഥാപിക്കുക ചെയ്യും. അപ്പം എന്നിട്ട് ഈ ബാറ്ററിയിൽ നിന്നും തലച്ചോറിലേക്ക് വരുന്ന ആ ഒരു കറണ്ടിനെ നമുക്ക് പല രീതിയിൽ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ആ ഒരു സ്റ്റിമുലേഷൻ്റെ ഇഫക്റ്റിൽ പേഷ്യൻറ്റിൻ്റെ രോഗലക്ഷണങ്ങൾ കുറയുന്നതായിട്ട് കാണും.
ഇതാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സ. യെസ്, നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. കോൾ സെന്ററിന്റെ നന്ദി ഈ ഒരു ഘട്ടത്തിൽ മീഡിയ വണ്ണിനൊപ്പം ചേർന്നതിന്. പ്രേക്ഷകരോട് പറയാനുള്ളത് പാർക്കിൻസൺസ് രോഗവും നൂതന ചികിത്സയും എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജിം മാത്യു ആണ്. ഇനി ഒരു ഇടവേളയാണ്. കോൾ സെന്ററിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈവനിംഗ് എഡിഷനിൽ PC സൈഫുദ്ദീൻ ഉണ്ടാകും. നമസ്കാരം.